ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പപ്പായ പിക്കിളാണ് റെഡിയാക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. പപ്പായ പിക്കിൾ ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ പപ്പായ എടുത്തിട്ട് ഇതുപോലെ മാങ്ങയെല്ലാം അച്ചാറിൽ കട്ട് ചെയ്യുന്ന അതേ സ്റ്റൈലിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് പപ്പായ കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ലഭിക്കുന്നത്. ഇത് 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഉള്ളിൽ വെച്ച് മൂടി വെച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു 3 മിനിറ്റ്സ് ആയിട്ടുണ്ട്. മൂടിയും തുറന്ന് നോക്കാം. ഇപ്പോൾ പപ്പായ എല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതൊന്ന് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇതിലിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇതിലേക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചതും ഒരു പീസ് ഇഞ്ചി ചതച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി എല്ലാം നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. ഞാനിപ്പോൾ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സിമ്മിൽ വെച്ചിട്ട് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. ഉലുവ വറുത്തതിന് ശേഷം പൊടിച്ചെടുക്കുന്നതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പോളം വിനെഗറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഓൾറെഡി പപ്പായയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. പപ്പായ ഇതിലോട്ട് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. വിനെഗർ ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്. ഈ സമയം നോക്കി ചെയ്ത് വെച്ചാൽ പപ്പായ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും പുളിയും എല്ലാം കൂടെ ഒന്ന് ബാലൻസായി വരാനാണ്. ഇതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് ഇതിലോട്ട് അല്പം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ അച്ചാറിന് നല്ലൊരു ഫ്ലേവർ ലഭിക്കും. അതാണ് ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പപ്പായ പിക്കിൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മുൻപ് റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.